ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു Efx DP ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ Alightmotion ഓപ്പൺ ആക്കുക. അവിടുന്ന് റേഷ്യോ വന്നിട്ട് 1:1 സെലക്ട് ചെയ്യുക. റെസൊല്യൂഷൻ FPS ഒന്നും ഇതിൽ വലിയ ബാധകമാകത്തില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ബ്ലാക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ബേസിക്കലി ഈ ഒരു പ്രൊഫൈൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഡൗൺലോഡിങ് ലിങ്ക് ആയിരിക്കില്ല. പ്രോജക്റ്റ് ഓപ്പൺ ആക്കിയിട്ട് താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങളെ പ്രൊഫൈൽ പിക്കിൽ മെയിൻ സബ്ജക്റ്റിൻ്റെ ഒരു PNG ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഒരു സബ്ജക്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ആ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ാണ് ഈ ഒരു PNG എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ ആണെങ്കിൽ ഈ സൈഡൊക്കെ ഉള്ളത് നോക്കി തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെയർ ചെയ്തതിന് ശേഷം ഞാൻ ടെംപ്ലേറ്റ്സ് കുറച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഒരു പ്രത്യേക ലെയർ ഉണ്ടാവും, അത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ലെയർ. ജസ്റ്റ് അത് പ്ലസ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഇമ്പോർട്ടാവും. അതിനുശേഷം ഈ ലെയർ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ലെയർ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക, ലൈറ്റൺ കൊടുക്കുക, സ്ക്രീനോ ഈ ഒരു ഓപ്ഷൻ ഏതെങ്കിലും ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലെയർ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മേലോട്ടാക്കുക. ഓക്കെ, മേലോട്ടാക്കിയ ലെയർ, അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ലെയർ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ, അതായത് രണ്ടാമത്തെ ലെയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ, ഡീഫോൾട്ടായിട്ട് സെലക്ട് ആയി കിടക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ, അതായത് പൊസിഷൻ്റെ ഓപ്ഷനാണ്, അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ലെഫ്റ്റോ റൈറ്റോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത്. ഇനി സെക്കൻഡ് ലെയർ തന്നെ ക്ലിക്ക് ആക്കിയിട്ട് എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോയിട്ട് സ്ട്രൈപ്സ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പം ആ സ്ട്രൈപ്സ് വരും. ആ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി അത് എനേബിൾ ചെയ്യുക. അപ്പം ഡീഫോൾട്ടായിട്ട് ഒരു ബ്ലൂ കളറായിരിക്കും വരിക. ആ കളർ ജസ്റ്റ് മാറ്റിയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആദ്യം വരുമ്പോൾ കൗണ്ട് ഉണ്ടാവും. കൗണ്ട് ജസ്റ്റ് മാക്സിമം കൂട്ടി കൊടുക്കുക. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ഒരു റേഞ്ചാണ് വച്ചേക്കുന്നത്. ഞാൻ അതിനുശേഷം വീണ്ടും പൊസിഷനൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മെയിൻ നമ്മൾ ആ PNG ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ബോർഡേഴ്സ് ആൻഡ് ഷാഡോസിൽ പോയിട്ട് ഈ ഒരു തേർഡ് ഓപ്ഷൻ, അത് ഷാഡോ ജസ്റ്റ് എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ലെയറാണ്. ആ ലെയർ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ലെയർ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക, ലൈറ്റൺ പോവുക. ഞാൻ തൽക്കാലം ലൈറ്റൺ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ലൈറ്റൺ തന്നെയാണ് കൊടുത്തത്. അതിന് ശേഷം അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മുകളിലത്തെ, അതായത് നമ്മളെ സബ്ജക്റ്റിന് താഴോട്ടാക്കി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം അടുത്ത ലെയർ ഇമ്പോർട്ട് ചെയ്യുക. അത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റൺ വന്നിട്ട് സ്ക്രീനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ജസ്റ്റ് വെച്ച് നോക്കുക. ഓക്കെ, വച്ചതിന് ശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. കുറച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഇതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലെയർ നമ്മൾ ഏത് ലെയർ കൊണ്ടുവന്നിട്ടാലും ജസ്റ്റ് നോക്കുക. ഓക്കെ, നമ്മൾ ഈ സബ്ജക്റ്റ് മറഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഓരോ ലെയേഴ്സും ഡ്രാഗ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, വീണ്ടും അടുത്ത ലെയേഴ്സ് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് വന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക, ലൈറ്റൺ വരിക. ഞാൻ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അത് വന്നിട്ട് സൈഡിലോട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൽക്കാലം ഇവിടെ വച്ചേക്കുക. അതിന് മുമ്പ് നമുക്ക് വേറൊരു
സാധാരണ ഡി പി ഒക്കെ വരുമ്പോൾ ഒരു സർക്കിളിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സർക്കിളിൽ അത് മാസ്ക് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്നൊരു സർക്കിൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക, താഴെ വരിക, മാസ്ക് കൊടുക്കുക, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കൊണ്ടുവന്ന ലെയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം വന്നിട്ട് ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ ഈ ഒരു എന്താ പറയുക ഓറിയൻറ്റേഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ ലെയറാണ്. ജസ്റ്റ് വന്നിട്ട് നമുക്കിപ്പം ഇതൊരു ഫിലിം സ്ട്രിപ്പാണ് ഇത് സംഭവം. ഇത് നമുക്ക് ഒരു ഭാഗം മതി, മറ്റേ ഭാഗത്ത് നമ്മൾ വേറൊരു ഓവർലേ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എഫക്റ്റിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് വൈപ്പ് ആഡ് ചെയ്യുക. വൈപ്പ് ആഡ് ചെയ്തിട്ട് എൻഡ് വന്നിട്ട് ജസ്റ്റ് കൂട്ടി കൊടുക്കുക, കൂട്ടിയല്ല ജസ്റ്റ് കുറച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി വരിക, ലൈറ്റ് വരിക, ഇതോ വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഈ സർക്കിളും ഈ ഒരു നമ്മളെ PNGയും ലെയർ കാരണം മറഞ്ഞു പോകരുത്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ സംഭവം മനസ്സിലാവും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളർ എഫക്ട്സ് ആണ്. എന്താ പറയുക, ലൈറ്റ് ലീക്സ് അതൊക്കെയാണ് ആ ഒരു ഓവർലേസിൻ്റെ പേര്. ഇപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന എല്ലാ ടെംപ്ലേറ്റ്സിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഈ ലെയർ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അവിടെ നിന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി വരിക, ലൈറ്റൻ വരിക. നിങ്ങൾ ഈ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനോ വെച്ച് കൊടുക്കുക. ഇത് രണ്ടുമാണ് അത്യാവശ്യം നല്ലത്. ഇതും വയ്ക്കാം, സ്ക്രീനും വെക്കാം, കളർ ഡോഡ്ജ് വെക്കാം, ലീനിയർ ഡോഡ്ജ് വെക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വന്നിട്ട് അത് ആ ലെയർ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് താഴോട്ടാക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ DP ഒക്കെ തന്നെ വേറൊരു ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ഇതിൻ്റെ ഒരു മെയിനാണ്. അപ്പോൾ ജസ്റ്റ് പ്ലസ് ഐക്കൺ പോവുക. ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ ചാനലിൻ്റെ നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിമോ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക.
സെറ്റാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഈ ടെംപ്ലേറ്റ്സ് എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആവശ്യമില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൻ്റെ നെയിം വെച്ചിട്ട് ഒരുപാട് ചാനൽ തന്നെ വേറെ ഉണ്ട്. അതുകൊണ്ട് ചാനലിൻ്റെ നെയിം ഞാൻ മാറ്റാൻ ആണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു നെയിം സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.